അപ്പോൾ പജീറോ ഇടിച്ച വാഹനമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതേ രീതിയിൽ ഒരു ബിൽഡപ്പ് ഇവിടെ കിട്ടുകയില്ല. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ യാതൊരു കാരണവശാൽ ഈ വണ്ടിയുടെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റ് അപ്പർ ആം ബോൾ ജോയിൻ്റ് കംപ്ലൈൻറ്റ് കൊണ്ടാണ് ബേസിക്കലി ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത്. പജീറോയിൽ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. നമ്മുടെ വണ്ടിയിൽ വരുന്ന എല്ലാ പാർട്സിനകത്തിലും 12 ഗ്രീസിന് ഇപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ലബിലുള്ള എപ്പോഴും നമ്മൾ അതിനെ ഞാൻ എൻ്റെ ഡ്രീം വെഹിക്കിൾ പജീറോ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളം ആകുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ പജീറോ എന്ന വാഹനത്തെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ മെസ്സേജ് അയക്കാറുണ്ട്. ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പജീറോ എന്നൊരു വാഹനം തങ്ങളുടെ ഡ്രീം കാറായി സ്വപ്ന വാഹനമായി കൊണ്ടു നടക്കുന്നവർക്ക് ഇതൊരു റെഫറൻസ് വീഡിയോ ആണ്. അതിനായി നമ്മളോടൊപ്പം ചേർന്നത് നമ്മുടെ സ്വന്തം ക്ലബ്ബായിട്ടുള്ള ലെജൻഡറി പജീറോ ക്ലബിൻ്റെ വൺ ഓഫ് ദി അഡ്മിൻ ദിലീപ് കുമാറാണ്. പജീറോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഈ വീഡിയോയിൽ ഉത്തരം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പജീറോസ് ഞാൻ കാണാറുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികളും റീ രജിസ്ട്രേഷൻ വണ്ടികളും ഒരുപാട് പജീറോസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ ക്ലബ്ബിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ഡെയിലി മെസ്സേജസൊക്കെ വരാറുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ. ഇതെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, മെയിൻ്റെനൻസ് എങ്ങനെയാണ്, എന്തൊക്കെ നോക്കണം. അപ്പം അതിന് മൊത്തത്തിലൊരു മറുപടി എന്ന രീതിയിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ തരാനായിട്ട് നമ്മുടെ ലെജൻഡറി പജീറോ ക്ലബിൻ്റെ വൺ ഓഫ് ദി അഡ്മിൻ ദിലീപേട്ടൻ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഒരു പജീറോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ രീതിയിൽ വണ്ടി ചെക്ക് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ അഡ്മിനാണ്, നമ്മുടെ ഓഫ് റോഡ് വീഡിയോ ഒക്കെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ദിലീപേട്ടാ നമസ്തേ. വീഡിയോ ആയതുകൊണ്ട് കേട്ടോ ഭയങ്കര ഫോർമലായിട്ടൊക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞതന്നെ അറിയാലോ, ഇപ്പോൾ ഒരുപാട് പജീറോ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇപ്പോൾ നിങ്ങൾക്കും വരാറുണ്ടായിരിക്കും മെസ്സേജ്, എപ്പോഴും ആൾക്കാർ ചോദിക്കും. കാര്യം ലെജൻഡറിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ദിലീപേട്ട വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ബേസിക്കലി നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അയച്ച് ചോദിക്കുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ദീപക്കിനോട് പറയാറുണ്ട്, ദീപക്ക് വീഡിയോ ചെയ്യണം, ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അവരുടെ തിരക്കും കാരണം ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഇതെൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷം. അതെ. അപ്പം ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് മിക്കപ്പോഴും വരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, നമ്മളൊരു വണ്ടി, ഞാനൊരു വണ്ടി ചേട്ടാ വണ്ടി കാണാൻ പോവുക, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു തരാമോ, എന്ന് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പജീറോ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ദിലീപേട്ടൻ എന്തായിരിക്കും സജസ്റ്റ്, എന്തൊക്കെ കാര്യം ചെക്ക് ചെയ്യണം? ഞാൻ ദീപകിനോട് തന്നെ ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് താങ്കൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ ഇടിച്ച വാഹനം എടുക്കാൻ നിങ്ങൾ ആഗ്രഹപ്പെടുന്നുണ്ടോ? ഞാൻ ആഗ്രഹപ്പെടില്ല. ഒരു വണ്ടി തട്ടിയ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നതില്ല. അപ്പോൾ പജീറോ ഇടിച്ച വാഹനമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? അതാണ് ആദ്യത്തെ കാര്യം. ബാക്കിയുള്ളത് എന്തും, അതായത് ബാക്കി വണ്ടിയുടെ ഇൻറ്റീരിയലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ നമുക്കത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളാണ്. അതേസമയം വാഹനം ഇടിച്ച വാഹനമാണെങ്കിൽ നമ്മൾ എന്നും ആ വാഹനം കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ വണ്ടി ഉള്ളിലൊരു ഇതാണ്, ഇടിച്ച വാഹനമാണല്ലോ, അല്ലെ എൻ്റെ വണ്ടി ഇടിച്ചതാണല്ലോ. അപ്പം അതാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. അതായത് നമുക്ക് ആദ്യം വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ നമുക്ക് വരുന്ന ഒരു മെയിൻ തട്ടെന്ന് പറയുന്നത് ഈ ഹെഡ്ലൈറ്റിനാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, ഹെഡ്ലൈറ്റ് 2 തരമാണ്. അതായത് ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗത്ത് കോയിറ്റോ ജപ്പാൻ, അതായത് ഒറിജിനൽ ഹെഡ്ലൈറ്റ് കോയിറ്റോ ജപ്പാൻ, അത് അതിൻ്റെ ബ്രാൻഡിങ് നെയിമാണ്. അത് കോയിറ്റോ ജപ്പാൻ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ആ കോയിറ്റോ ജപ്പാനിൽ വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫോക്കസിങ്, അതായത് നമ്മുടെ ഫിലമെന്റ് ഫോക്കസിംഗ് ഉണ്ടല്ലോ, ഇൻസൈഡിൽ നിന്ന് 0, 1, 2, 3 എന്നുള്ള ഫോക്കസിംഗിൽ, ആ ഫോക്കസിങ്ങിനുള്ള മോട്ടറുള്ള ഹെഡ്ലൈറ്റ് ആണ് ഈ ഒറിജിനൽ ഹെഡ്ലൈറ്റ്, ഒറിജിനൽ കോയിറ്റോ. ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നത് ഡെപ്പോ ആണ്, DEP ഡെപ്പോ. അപ്പം മറ്റ് തായ്ലാൻഡ് മോഡൽ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഫോക്കസിങ് എങ്ങോട്ടാണോ അത് അവൻ്റെ ഈ ലൈറ്റ് എടുക്കുന്നവരുടെ ലക്ക് പോലെ ഇരിക്കും. അത് തെക്കോട്ടാണെങ്കിൽ അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ടാ, അത് അങ്ങനെ അതെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കാണുന്ന ഒരു
ബമ്പറിൻ്റെ ഈ സൈഡിലുള്ള ഒരു ഡിസൈൻ ഉണ്ട്. അത് വളരെ, അതായത് മിസ്റ്റുബിഷി വളരെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ചെറിയൊരു കർവാണ്. അതായത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് ഇവിടെ ഒരു കർവ് ഉണ്ട്. ഈ ഒരു സെയിം ലെങ്തിലുള്ള സാധനം വൺ ടൈമിലെങ്കിലും വണ്ടി എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വണ്ടി ഒരു വണ്ടിയുമായിട്ട് തട്ടുവോ, അല്ലെങ്കിൽ ഒരു മതിൽ ഒരു വോളിൽ എവിടെയെങ്കിലും തട്ടുവോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതേ രീതിയിൽ ഒരു ബിൽഡപ്പ് ഇവിടെ കിട്ടുകയില്ല. നമ്മൾ എത്ര ഇത് പൊട്ടിയിട്ട് നമ്മൾ ക്ലീൻ കിട്ടുകയില്ല. അപ്പം ഈ 1-2 കാര്യങ്ങൾ നമ്മൾ അതായത് നമുക്കിപ്പം കേരളത്തിലിരിക്കുന്ന ഒരാൾക്ക് ബാംഗ്ലൂരുള്ളൊരു വണ്ടി എടുക്കാം. അപ്പം ഇവർക്ക് ആദ്യം കിട്ടും എന്തായിരിക്കും? ഫോട്ടോ ആയിരിക്കും. പെട്ടെന്ന് കിട്ടാൻ പാടുള്ള സംഭവമാണ്. എങ്കിലും സൂം ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്ന 1-2 കാര്യങ്ങളാണ് ഈ ഒരു കർവിലുള്ള ഈ ഒരു ഡിസൈൻ. ഓക്കെ, അതൊന്ന്. പിന്നെ നമുക്ക് മറ്റേ ബമ്പറിന്റെ ഗ്യാപ്പ് അങ്ങനെ. അതെ തീർച്ചയായിട്ടും. അതായത് ബമ്പറിന്റെ ഈ ഒരു അലൈൻമെന്റ് ഉണ്ട്. അതായത് ഇപ്പം ഈ ഒരു കർവിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ജസ്റ്റ് ഒരു ഫിംഗറിന്റെ ഒരു സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസ് മുതൽ ഈ അറ്റം വരെ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് കറക്റ്റ് അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ ചില വണ്ടിയുടെ കാണാൻ പറ്റും ഇവിടെ കൊണ്ട് പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മുട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഇടിച്ചിട്ട് ബൾജ് ചെയ്ത് വീർത്തിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ബമ്പർ അഴിച്ച് റീസെറ്റ് ചെയ്ത് പണിഞ്ഞിട്ടുള്ള വണ്ടിയാണെന്ന് അറിയാൻ പറ്റും. ഈ ഹെഡ്ലൈറ്റ് പോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കോയിറ്റോ ജപ്പാൻ എന്നുള്ളതിൻ്റെ ഈ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതിലും ഈ സംഭവം തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ റിയറിലേക്ക് പോവുകയാണെങ്കിൽ റിയറിലെ ബാക്കിൽ വരുന്ന നമ്മുടെ ടൈലൈറ്റ് വരുന്നത് സ്റ്റാൻലി എന്നുള്ള ബ്രാൻഡിങ് ആണ്. അത് നമ്മൾ സ്റ്റാൻലി എന്നുള്ള കമ്പനിയാണ്. അപ്പം സ്റ്റോക്ക് വരുന്ന ബാക്കിൽ വരുന്ന ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻലി എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിൻ്റെ സാധനങ്ങളാണ് അതിൽ വരിക. ഓക്കെ, പിന്നെ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫ്രണ്ടിലത്തെ ഇവിടെ എവിടെയെങ്കിലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ ബീഡിങ്, ഗ്ലാസിൻ്റെ ഈ സ്റ്റീൽ ബീഡിങ് എന്ന് പറയുന്ന ഇതിൻ്റെ എഡ്ജ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാസ്ക് ചെയ്ത് അടിച്ചിട്ടുണ്ടായാലും നമ്മൾ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജിൽ ആ ഒരു വൈറ്റ് കളർ മെർജ് ചെയ്ത് കയറുന്നതിന് എന്തായാലും അവിടെ ഒരു ഇതുണ്ടാവും. അടുത്ത നമ്മുടെ എഞ്ചിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്. അതായത് നമ്മൾ നോർമലി ഒരു വണ്ടി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ ബോണറ്റ് ഹുഡ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആൾക്കാർക്ക് ടോട്ടലി ഒരു കൺഫ്യൂഷനാണ്. ഇതിൽ ഓയിൽ ലീക്കിങ് അവിടെ കാണുന്നു. അപ്പം എന്നെ പേഴ്സണലി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ദിലീപേട്ട എഞ്ചിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പുള്ള ഓയിൽ ലീക്കിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും കെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം നോർമലി ആൾക്കാർ ഈ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് അതായത് വൺ ടൈം ഈ എഞ്ചിൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു റബ്ബർ ഹാർഡായിട്ട് ഇതിൽ നിന്ന് ഓയിൽ നമുക്ക് ആ വാൽക്കോർ പാക്കിൻ്റെ മുകളിലേക്ക് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ ലീക്ക് ആകുന്ന സമയത്ത് ആൾക്കാർ വയ്ക്കും അത് എഞ്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അത്രയും ഓയിൽ നമ്മൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. ഒരിക്കലും അല്ല. ശരിക്കും പറഞ്ഞാൽ വാൽക്കോർ പാക്കിൻ്റെ അവിടേക്ക് ഓയിൽ അടിക്കണം. പക്ഷേങ്കിൽ ആ ഓയിൽ പുറത്തേക്ക് വരാൻ പാടില്ല. അതിനാണ് ആ ഓയിൽ ക്യാപ്പുള്ള ഓയിൽ ക്യാപ്പിൻ്റെ ഡാമേജ് കൊണ്ടാണ് അവിടെ ഓയിൽ ലീക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓയിൽ ലീക്ക് കണ്ടു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യം ഇല്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഓയിൽ ലീക്കിങ്ങും കാര്യങ്ങളുമാണ്. അതെന്ന് പറഞ്ഞാൽ ഹെഡ് പാക്കിങ്ങിൻ്റെ ഡാമേജ് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നോർമലി ഒരു പജീറോ ഒരു 1 lakh to ഒരു 150 lakh വരെയുള്ള വണ്ടിക്കൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരേണ്ടതല്ല. അത് എങ്ങനെയാണ് ഈ ഓയിൽ ലീക്കിംഗ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി റേഡിയേറ്ററിൻ്റെ ഡാമേജ് ആണ് ആദ്യം പറയാനുള്ളത്. ഈ റേഡിയേറ്ററിൻ്റെ വാട്ടർ സർക്കുലേഷൻ വണ്ടിയെ എൻജിൻ കൂൾ ചെയ്യുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ നോർമൽ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ഈ വെള്ളം കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഓവർ ഹീറ്റാവും. എൻജിൻ ഓവർ ഹീറ്റായിട്ട് ഈ പറയുന്ന നമ്മൾ യാത്രയിൽ ഈ സംഭവം വണ്ടി ഓവർ ഹീറ്റായിട്ട് വെള്ളം ഫുള്ള് വറ്റിപ്പോയി. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെക്കാനിക്ക് വന്ന് പറയുന്നു റേഡിയേറ്റർ ഡാമേജ് ആണ്, റേഡിയേറ്ററിൻ്റെ സെല്ലുകളെല്ലാം ബ്ലോക്കാണ്. അത് നമ്മൾ ആ സമയങ്ങളിൽ കറക്റ്റായിട്ട് അതിൻ്റെ വാട്ടർ ലൈൻ ചെക്ക് ചെയ്യാതെയും ഈ റേഡിയേറ്റർ ഫ്ലഷ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ സെല്ലുകളെല്ലാം ഓപ്പൺ ആക്കി കൊടുക്കുക ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പീരിയോഡിക്കൽ സർവീസിൽ ഇതൊന്നും ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ ആൾക്കാർക്ക് എളുപ്പമാണ്. ഒരിക്കലും ഒരു മെക്കാനിക് നോർമലി ഒരാൾക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കസ്റ്റമർ എന്തു പറയുന്നു, പ്രീവിയസ് കസ്റ്റമർ എന്ത് പറയുന്നു അത് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോഴേ ഒരാളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോകണം, അപ്പോൾ എഞ്ചിൻ ഓവർ ഹീറ്റ് ഇഷ്യൂ നോർമലി ഇപ്പോൾ നമ്മുടെ പജീറോയുടെ ഗേജ് ആ ടെമ്പറേച്ചറിൻ്റെ പകുതിക്ക് താഴെ വേണമല്ലോ നിൽക്കാം. അതെ. അപ്പോൾ അതിപ്പോൾ ഒരു 4-5 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമല്ലോ എന്തോ തെർമോ. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയേറ്ററിനകത്തിൽ ഉള്ള ഈ ഒരുപാട് ലൈൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ശരീരത്തിൽ ഓടുന്ന ഞരമ്പുകൾ പോലെ തന്നെ ഈ റേഡിയേറ്ററിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. ഈ സെല്ലുകൾ എവിടെയെങ്കിലും ലൈനുകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ വണ്ടി കൊടുക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഇവരിത് ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യാതെ ആ എവിടെ കൊണ്ട് ബ്ലോക്ക് ആകുന്നു എവിടെ കൊണ്ട് ഈ ഒരു ലൈൻ സ്റ്റോപ്പ് ആകുന്നു അവിടെ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അതായത് അലൂമിനിയം വെൽഡിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ കോപ്പർ വെൽഡിംഗ് ആണെങ്കിലോ അത് ബ്ലോക്ക് ചെയ്ത് അവിടെ വെക്കുകയാണ്. എന്നിട്ട് അത് കുഴപ്പമില്ല തൽക്കാലം ഓടും എന്ന് പറഞ്ഞ് കസ്റ്റമറിന് വണ്ടി കൊടുക്കും. ഈ കസ്റ്റമർ മറ്റൊരാൾക്ക് ഈ വണ്ടി ഇത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർ കൊടുക്കും. വാഹനം എടുക്കുന്ന ആൾക്കാർ ഞാൻ പുതിയതായി വാഹനം എടുത്തതല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഇവർ വണ്ടി ഓടിക്കും. ഇത് വണ്ടി ലൈനിൽ ഓവർ ഹീറ്റായി വണ്ടി റോഡിൽ സ്റ്റക്ക് ആകാനുള്ള പല സാധ്യതകളും അങ്ങനെ ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളത്തെ ഒരുപാട് പജറോകൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ എഞ്ചിനകത്ത് പണി വരാൻ ചാൻസ് ഉള്ള എന്താണ്? ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പണി കിട്ടാൻ എഞ്ചിന് ഏറ്റവും ഏതറ്റം വരെ എന്ത് കംപ്ലൈൻ്റ് ആണ് ഏറ്റവും പണി കിട്ടാൻ ചാൻസ് ഉള്ളത്? എഞ്ചിൻ്റെ ക്രാങ്കേസ് തന്നെയാണ്. അത് എഞ്ചിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗം അതല്ലേ. കാര്യം ഹാഫ് എഞ്ചിൻ ആണെങ്കിലും അല്ലെ ഫുൾ എഞ്ചിൻ ഇറക്കി പണിയാനാണെങ്കിലും അതിൻ്റെ ക്രാങ്ക് കേസ്, അതായത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നത് എപ്പോഴും ആ സമയത്താണ് ഈ പറയുന്ന പിസ്റ്റൺ, അതായത് നമ്മൾ പിസ്റ്റൺ വർക്ക് ചെയ്യുകയാണല്ലോ, കറക്റ്റായിട്ട് പിസ്റ്റൺ വർക്ക് ചെയ്ത സമയത്ത് ഈ പറയുന്ന ആവശ്യത്തിനുള്ള കൂളിംഗ് കിട്ടാതെയും ഓയിലി നമ്മുടെ ലൂബ്രിക്കേഷൻ നടക്കാതെയും വരുമ്പോഴാണ് ഈ മെറ്റൽ ടു മെറ്റൽ എക്സ്പാൻഡ് ആയിട്ട് അത് പിസ്റ്റൺ സ്റ്റക്കായി വണ്ടി ഫ്രീസായി നടുക്ക് നിൽക്കുന്നത്. അതോടുകൂടി ആ എഞ്ചിൻ സ്റ്റക്കായി, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബേസിക്കലി ആ റേഡിയേറ്ററിന്റെ ഫംഗ്ഷനിങ് ആണ് മെയിനായിട്ട് നോക്കുക. പിന്നെ ഓയിലിന്റെ കാര്യങ്ങൾ. അപ്പം എഞ്ചിൻ സൈഡ് ഓയിലും റേഡിയേറ്ററുമാണ് പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ, അതായത് റേഡിയേറ്ററിന്റെ കാര്യങ്ങൾ മെയിനായിട്ട് റേഡിയേറ്റർ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ പറയുന്ന വണ്ടി എടുക്കുന്ന സമയത്തുള്ള ഓയിൽ ലീക്കിങ് കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ആ ഭാഗങ്ങളൊക്കെ ഓക്കെ ആയി. അടുത്ത നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ചെക്ക് ചെയ്യേണ്ട സംഭവം എന്താണ്? ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്കറിയാലോ, എ സി ആണ് ഒരു വണ്ടിയിൽ. നമുക്ക് എ സി ഫംഗ്ഷൻ വർക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പജീറോ പോലെ ഇത്രയും വലിയൊരു ഹീറ്റായിട്ടുള്ള വണ്ടിയിൽ നമുക്ക് വണ്ടിക്ക് ഉള്ളിലിരുന്ന് പോകാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ എ സിയിൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പജീറോയ്ക്ക് ദീപക്കിന് അറിയാമല്ലോ, ബേസിക്കലി നമുക്ക് ഈ പജീറോയ്ക്ക് നമുക്ക് ഫിൽറ്റേഴ്സ് ഇല്ല. എ സി ഫിൽറ്ററുകൾ പീരിയോഡിക്കലി മാറിക്കൊടുക്കുന്ന ഫിൽറ്റർ പേപ്പേഴ്സുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ എ സിയുടെ ഈ ഫ്രണ്ടിലിരിക്കുന്ന കണ്ടൻസറിൽ വരുന്ന ഫാൻ എന്ന് പറയും, മനസ്സിലായില്ലേ, കണ്ടൻസർ ഫാൻ. അത് ഡെൻസോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ പജീറോ ബ്രാൻഡ് ചെയ്യുന്നത്. ഇന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യമുണ്ട്. ഈ ഡെൻസോ എന്ന് എഴുതി വരുന്ന 2500 രൂപയ്ക്കും 3000 രൂപയ്ക്കും ഡെൻസോയുടെ എ സി കണ്ടൻസർ മോട്ടറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഡെൻസോ അല്ലാതെ യഥാർത്ഥത്തിൽ പജീറോയുടെ എ സി കണ്ടൻസർ ഫാൻ എന്ന് പറയുന്നത് ഡെൻസോയ്ക്ക് വരുന്നത് 16,000 രൂപ, ഇന്ത്യൻ രൂപ 16,000 15,000 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രൈസ്. അപ്പം ഈ 2500 രൂപയ്ക്ക് 3000 രൂപ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ അത് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാവരും മണ്ടത്തരമാണ്. അത് ഒരു വിതിൻ 1 ഇയറിനുള്ളിൽ അത് വീണ്ടും ഡാമേജ് ആകും. അതിലാരും പെടാതിരിക്കുക. അതെനിക്കൊരു എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു അഡ്വൈസാണ്. ഈ എ സിയുടെ കംപ്ലയിൻറ്റ് പറയുന്ന ഉടനെ ഫാൻ കംപ്ലയിൻ്റ് ആണെന്ന് പറയുമ്പോൾ ഡെൻസോ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനം ഒറിജിനൽ അല്ല. അത് ഡെൻസോ ഒറിജിനൽ ആണെങ്കിൽ ഈ പറയുന്ന 16,000 to 17 റേഞ്ചിൽ പ്രൈസ് വരുന്ന സാധനമാണ്. അതുപോലെ നമുക്ക് 2 കണ്ടൻസർ വരുന്നുണ്ടല്ലോ. അതെ, 2 കണ്ടൻസർ വരുന്നുണ്ട്. ഉണ്ട്. ബാക്കിൽ നമ്മൾ അറിയാലോ, ഡിക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്കിലൊരു കണ്ടൻസർ വരുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയിൽ ചില വ്യക്തികൾക്ക് അറിയത്തില്ല, നമ്മുടെ ഈ മിഡിൽ റോ സീറ്റില്ലേ, മിഡിൽ റോ സീറ്റിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ നേരെ ബാക്കിലായിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്ററുണ്ട്. അത് ഹീറ്റർ ആണെന്നും അല്ലെങ്കിൽ അത് എ സി ആണെന്നും അതിൽ നിന്ന് തണുപ്പ് വരുന്നെന്നുള്ള തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ചേട്ടാ, ഇതിൽ കൂടെ തണുപ്പ് വരുന്നില്ല, ഇതിൽ കൂടെ എന്താണ് വരുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല, ഇതിൽ കൂടെ ഹീറ്ററാണ് വരുന്നത്. മനസ്സിലായില്ലേ? അതാണ് അങ്ങനെ ഒരു സംഭവം അതിനകത്തിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ആൾക്കാർക്ക് അറിയാത്തൊരു കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ എ സി പറഞ്ഞു, റേഡിയേറ്റർ പറഞ്ഞു, എഞ്ചിൻ ഓയിലേക്ക് പറഞ്ഞു. അടുത്ത് നമുക്ക് ബോണറ്റിൽ ഈ എഞ്ചിൻ വെയിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സംഭവം എന്താണ്? കാഴ്ചയിൽ നമ്മൾ വണ്ടിയെല്ലാം കണ്ടു, മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡാമേജ് ഓയിൽ ലീക്കിങ്ങോ കാര്യങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഡ്രൈവ് ചെയ്യുകയാണ്. വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കംപ്ലയിൻറ്റ് എവിടെ നിന്നായിരിക്കും? സ്റ്റിയറിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുക. സ്റ്റിയറിങ്ങിൽ കംപ്ലയിൻറ്റ് വരുന്നത് പജീറോ SFXൽ കൂടുതലും കണ്ടുവരുന്ന ഒരു ബേസിക്കലി കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കിംഗ് ആണ്. മനസ്സിലായില്ലേ? പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കിംഗ് ആണ്. അത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഓയിൽ ഒഴിക്കുന്ന ക്യാനിന് അവിടെ നിന്ന് ഓയിൽ ലീക്കിംഗ് ഉണ്ടാവും. ഇതുപോലെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിലേക്ക് പോകുന്ന ആ ഒരു റബ്ബർ ഹോസ് ഉണ്ട്. ആ റബ്ബർ ഹോസിലും ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു റബ്ബർ ഹോസ് ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ക്രിമ്പിങ് ചെയ്തിട്ടുള്ള സാധനമാണ്, മെറ്റൽ ക്രിമ്പിങ് എന്ന് പറയും. ആ ക്രിമ്പിങ്ങിനകത്തുള്ള ഡാമേജ് കൊണ്ട് അതിൽ ഓയിൽ ലീക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്.
ആ ഓയിൽ ലീക്കിങ് കംപ്ലയിൻറ്റ് കൊണ്ട് നമുക്ക് എന്ത് രീതിയിലുള്ള അനുഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് വണ്ടി വളരെ ഡെഡ്ലി നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിലേക്ക് ഒരു ജെർക്കിംഗ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഒരു വണ്ടി എന്താ പറയുക ഒരു വല്ലാത്തൊരു ജെർക്കിംഗ് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് അറിയത്തില്ല ഇത് എവിടെ നിന്നാണ്, ഇത് എന്താണ് സംഭവം. അപ്പം അത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കുറേ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. ഈ സെയിം കംപ്ലയിൻറ്റ് ഞാൻ പലയിടത്തും കണ്ടിട്ടുമുണ്ട്. ഇത് നമ്മുടെ മെക്കാനിക്കുപരമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവർ ബേസിക്കലി പറയുന്നത് പറഞ്ഞാൽ ഈ ഓയിൽ സർക്കുലേഷൻ ചെയ്യുന്ന ലൈനിനുള്ളിൽ വരുന്ന ചെറിയ ചെറിയ വാക്യൂം എയറുകൾ, അതായത് എയർ ബബിൾസ്, ഇത് കയറി ഇതിൻ്റെ ഉള്ളിൽ പെടുന്നത് കൊണ്ടാണ് ഈ വക കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ എൻഡിലും ബിഗിനിങ്ങിലുമായിട്ടുള്ള കോപ്പർ ഓറിങ്സ് ഉണ്ട്, കോപ്പറിൻ്റെ ഓറിങ്സ് ഉണ്ട്. ഓറിങ്സിൻ്റെ തേയ്മാനം കൊണ്ടാണ് ഇതിനകത്തിൽ ഓയിൽ ലീക്കിങ് പുറത്തേക്ക് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അഴിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തുള്ള ഓറിങ്സുകൾ മാറിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആവും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഓസിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓസ് പല സ്ഥലത്തും ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നല്ല രീതിയിൽ ക്രിമ്പ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അത് കിടന്നോളും. ഇതില്ല ലോക്കൽ ട്യൂബ് ആണെങ്കിൽ, അതായത് റബ്ബർ ട്യൂബ് ഹീറ്റ് ആകുന്നതനുസരിച്ച് നമ്മൾ ഈ JCB JCBയുടെ ഓഫ് കോഴ്സ്, അപ്പോൾ ആ തിക്നെസ്സിലുള്ള പൈപ്പ് വെച്ച് ചെയ്യുന്ന പല സ്ഥലത്തും ഇത് വെച്ചിട്ട് പിന്നെയും ഇതേ സെയിം കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ പജീറോയുടെ സ്റ്റോക്ക് ടയർ സൈസ് എന്ന് പറയുന്നത് 265, 75, R15 ആണ്. ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ 32ലേക്കും 10J സ്റ്റീൽ റിമിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഈ ടയറിൻ്റെ വെയിറ്റ് സൈസ് മാറുകയാണ്. 39 കിലോ ഒക്കെ ഒരു ടയറിലെ തന്നെ വെയിറ്റ് മാറുകയാണ്. അപ്പോൾ അത്രയും വെയിറ്റ് വെച്ച് നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തും വണ്ടിയിൽ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഫുൾ സീറ്റിംഗ് ആളെ വെച്ച് നമ്മൾ നിർത്തി വണ്ടി ഓടിക്കുമ്പോഴും സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴും അത്രയും ഹെവി ലോഡ് ഈ പമ്പ് താങ്ങുകയാണ്. ആ താങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്ലൂയിഡും എങ്ങോട്ടേലും ഇതിന് പ്രഷർ തള്ളണമല്ലോ. ആ തള്ളുന്ന സമയത്ത് എവിടെയെങ്കിലും ഹോസ് ഡാമേജോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഭാഗത്തുണ്ടെങ്കിൽ അതുവഴി ഓയിൽ പുറത്തേക്ക് വരികയാണ്. അത് നമ്മൾ രണ്ടാമത് അത് ഫുൾ സെറ്റായിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ ഇപ്പം മിക്കവാറും ആൾക്കാരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവീസ് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മളിപ്പം കോയമ്പത്തൂർ സൈഡിലും ചെന്നൈ സൈഡിലും ഒക്കെ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആക്സിഡൻസ് വണ്ടികളായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ കൊള്ളാവുന്ന ഹോസ് എടുക്കുക, ഫുൾ സെറ്റായിട്ട് മാറിയിടുക, കാലകാലം വണ്ടി ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്കിങ് കണ്ടിട്ടുള്ളത് ഓഫ് റോഡ് ചെയ്യുന്ന വെഹിക്കിളിലാണ്. കാര്യം ചില രണ്ട് റോക്സിൻ്റെ ഇടയ്ക്ക് പെട്ടു പോകുന്ന വീല്, നമ്മൾ ആ ഓഫ് റോഡിൻ്റെ ആ ഒരു ഹരത്തിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അത് കല്ല് മാറ്റാൻ നിൽക്കുകയല്ല, നമ്മൾ അതേ കൂടെ പ്രഷർ കൊടുത്ത് അത്രയും ബോഡി പ്രഷർ 2001, അതെ തീർച്ചയായിട്ടും വണ്ടിയുടെ ഈ 2000 കിലോ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കുക. അപ്പോൾ ഓയിൽ ലീക്കിങ് സ്വാഭാവികമായിട്ടും സംഭവിക്കാം. അപ്പോൾ ഇതാണ് ആ ഭാഗം ചെക്ക് ചെയ്യേണ്ട ഒരു മെയിൻ സംഭവം. പിന്നെ എല്ലാ റിവ്യൂസും ആൾക്കാരെടുക്കുമ്പോൾ ഇത് പ്രത്യേകം ഞാൻ ഹൈലൈറ്റ് പറയുന്നുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും വണ്ടിയെക്കുറിച്ചുള്ള വാഹനത്തെക്കുറിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഈ തിയോറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞു പോവുക. അപ്പം നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? ദീപകിന് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഇതിൻ്റെ പമ്പിൻ്റെ ഹോസിൻ്റെ ഒരു ഓറിങ്സ് മാറിയാൽ മതി എന്ന് ഒറ്റ വാക്കിൽ ഞാനതങ്ങ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? കാര്യം എന്താ വെച്ചാൽ ദീപകിൻ്റെ വീഡിയോസിലെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇത് എന്താണോ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ മാക്സിമം എക്സ്ട്രീം നീ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലും അത് വരണമെന്നുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഉദാഹരണപരമായിട്ടൊക്കെ പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കയറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് കട്ടയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉള്ള എനിക്ക് ചോദിക്കാനുള്ള സംബന്ധിച്ചല്ലേ, ഇനിയിപ്പോൾ നമ്മളിപ്പം ഏകദേശം എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുക, അതെ, ഇപ്പോൾ ദിലീപേട്ടൻ ഇപ്പോൾ ഒരു വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം? നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വണ്ടി പോകുന്നത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതും പിടിക്കുന്നതും അല്ലാതെ വണ്ടി ഒരു നല്ലൊരു റബ്ബറൈസ്ഡ് സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുമ്പോൾ വണ്ടി നമ്മൾ കൈ പിടിക്കാതെ തന്നെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടാണോ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം കിട്ടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് റോഡാണെങ്കിൽ നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നമ്മൾ പിടിക്കാതെ തന്നെ സ്റ്റിയറിംഗ് ഇങ്ങനെ വെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനം അവിടെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റ് അപ്പർ ആം ബോൾ ജോയിൻ്റ് കംപ്ലയിൻറ്റ് കൊണ്ടാണ് ബേസിക്കലി ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുക. അത്
കംപ്ലൈൻ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി ഒരു റാമ്പിൽ കയറ്റിയതിന് ശേഷം ടയറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ പിടിച്ചതിന് ശേഷം ടയറിന് ഇളക്കം നമുക്ക് തന്നെ, അതായത് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ്. ടയറിന് മുകളിൽ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ ടയർ ഇളക്കുമ്പോൾ നോർമലി ഈ ടെക് എന്നുള്ളൊരു ടയറിനൊരു ഇളക്കം നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ അത് അറിയാൻ പറ്റും. അതായത് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു വെട്ടൽ അത് ഇന്ന് കംപ്ലൈൻ്റ് ആണെന്ന് നോക്കി. അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള ബോട്ടമിൽ വരുന്ന അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന നമ്മുടെ പവർ ഷീനിൽ ആ ബോക്സിലേക്ക് വരുന്ന ഭാഗത്തുള്ള ആ സ്റ്റിയറിങ്ങിൻ്റെ ആ റോഡ് എന്ന് പറയുന്നത് ഒരു ഷോക്ക് അബ്സർ പോലെയാണ്. അതായത് ഇന്നർ ഔട്ടർ ഒരു മില്ലിംഗ് ആണ്. ആ മില്ലിംഗ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന കാലാകാലം കൊണ്ടുള്ള തേയ്മാനം കൊണ്ടാണ്. അപ്പോൾ ആ ഭാഗം പ്രത്യേകം അത് നോക്കുക. ആ സൗണ്ട് കേൾക്കുന്നത്, സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കുക. പിന്നെ അതേപോലെ നമ്മൾ ചില റോഡിൽ കട്ടിങ്സ് ഉണ്ട്. അതായത് ഒരു പഴയ റോഡിൽ നിന്ന് നമ്മളൊരു പുതിയ റോഡിലേക്കോ അല്ലെങ്കിൽ റോഡിൽ സ്ലാവ് വാർത്തിട്ട് ഇടിച്ച് കയറുന്ന സിറ്റുവേഷനിൽ സ്റ്റിയറിങ്ങിനൊരു പതിവിലും കൂടുതലായിട്ട് ഒരു കിടുക്കുന്ന നമ്മുടെ കയ്യിലൊരു ഇളക്കം വരുന്ന സംഭവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ചേസിൽ നോക്കിയാൽ കാണാൻ പറ്റും ഐഡൽ റാം എന്ന് പറയുന്ന സാധനം. ഐഡൽ റാമിൻ്റെ ഭാഗത്ത് വരുന്ന ഇളക്കം കൊണ്ടാണ്, അതിനകത്ത് വരുന്ന ഒരു തേയ്മാനം, അതിൻ്റെ ഒരു ഇളക്കമുണ്ട്. ആ ഇളക്കം കൊണ്ടാണ് ഈ പറയുന്ന കംപ്ലൈൻറ്റ് നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് നമുക്ക് കൂടുതലായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇപ്പുറത്ത് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൻ്റെ താഴെയായിട്ടും ഈ പറയുന്ന പിറ്റ്മാനാം എന്ന് പറയും. പിറ്റ്മാനാമിൻ്റെ ആ ഭാഗത്തും ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റ്മാനാമിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ഈ പറയുന്ന സ്റ്റിയറിങ്ങിനുള്ള ഇളക്കം അടിപ്പും നമുക്ക് ഉണ്ടാകാം. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ആമിൻ്റെയും അപ്പർ ആമിൻ്റെയും ബോൾ ജോയിൻറ്റുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന ടയറോഡൻറ്റുകൾ. മനസ്സിലായില്ലേ? നമ്മൾ വണ്ടി സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ എടുത്ത് കഴിയുമ്പോൾ വണ്ടി ഒരു ബാലൻസ് ഇല്ലാതെ ടയർ റോഡ് എൻഡ് അത് അതിൻ്റെ വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ടയർ റോഡിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബാലൻസ്ഡ് എൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പജീറോയിലും മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ലോവർ ആം ബോൾ ജോയിൻറ്റ്, അപ്പർ ആം ബോൾ ജോയിൻറ്റ്, ടയർ റോഡ് എൻഡ്, ബാലൻസ്ഡ് എൻഡ്, പിറ്റ്മാനാം, ഐഡൽ റാം. ഇതൊക്കെ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊക്കെ വൺ ടൈം നമ്മൾ മാറിയിടുമ്പോൾ, കഴിവതും നമ്മൾ ഒറിജിനൽ മാറിയിട്ടാൽ ഒരു 80,000 ഒരു 3 years ഒക്കെ ഇത് കാലാകാലം കിടന്നോളും. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം ലോവറാമോ അപ്പുറമോ മാറിയിട്ട് അതിനകത്ത് ഗ്രീസിംഗ് നിപ്പിൾസ് വരത്തില്ല. ഇല്ല, ഒറിജിനകത്ത് മാത്രമേ. അതെ, തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ വരുന്ന എല്ലാ പാർട്സിനകത്തിലും 12 ഗ്രീസ് നിപ്പിൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ലബ്ബിലുള്ള എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 12 ഗ്രീസ് നിപ്പിൾ എന്ന് പറയുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് ഗ്രീസ് ചെയ്ത് അപ്പോൾ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, ദിലീപേട്ട ഇത് എത്ര നാൾ കൂടുമ്പോഴാണ് ഈ ഗ്രീസ് ചെയ്ത് കൊടുക്കുക? ഇതിന് കാലമല്ല, ഇത് നമ്മളെ യൂസ് വെച്ചിട്ടാണ് ഇതിന് ഗ്രീസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ മഴക്കാലം വരികയാണ്, ഈ ഫ്ലഡ് സമയത്ത് നമ്മൾ വെള്ളത്തിൽ കൂടെ വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇനി അടുത്ത കാലത്തേക്ക് ചെയ്യേണ്ട എന്നുള്ളതല്ല. വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്തും അണ്ടർ ബോഡി ശക്തമായി വാഷ് ചെയ്യുന്ന സമയത്തും ഇവർ ഈ പറയുന്ന ഗ്രീസിങ്ങിൻ്റെ ഗ്രീസ് എന്ന് പറയുന്ന ഒരു റബ്ബർ ബൂട്ടിലേക്കാണ് നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ശക്തമായി വെള്ളമോ അല്ലെങ്കിൽ ശക്തമായി നമ്മൾ ഈ പ്രഷർ മോട്ടറിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിലുള്ള ഗ്രീസ് പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. ചെറിയൊരു ഹോൾസാണ്, ആ ഹോൾസിൽ കൂടെ പുറത്തേക്ക് എക്സോസ്റ്റ് പോകുന്നുണ്ട് ഈ സാധനം. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സമയം അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഒറിജിനൽ പാർട്സ് ഇടുകയാണെങ്കിൽ ഒരു 80,000 കിലോമീറ്റേഴ്സൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പജീറോ SFX അല്ലെങ്കിൽ GLXൻ്റെ മെയിൻ്റെനൻസിനെ പറ്റി പറയുമ്പോൾ പീരിയോഡിക് സർവീസ് വരുന്നത് 10,000 കിലോമീറ്ററാണ്. ഏകദേശം 9,000 തൊട്ട് 10,000 രൂപ വരെയാണ് ഒരു മെയിൻ്റെനൻസിന്, അതായത് ഒരു പീരിയോഡിക് സർവീസിന് കോസ്റ്റ് വരുന്നത്. അതിൽ ചിലപ്പോൾ 2,000 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് മാറാം. മെയിനായിട്ടും നമ്മൾ 3 ഫിൽറ്റേഴ്സും എൻജിൻ ഓയിലുമാണ്, പിന്നെ ജനറൽ ചെക്കപ്പുമാണ് പീരിയോഡിക് സർവീസിന് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഫ്ലൂയിഡ്സിൻ്റെ ടോപ്പപ്പും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ടോപ്പപ്പും ചെയ്യേണ്ടി വരും. എൻജിൻ ഓയിൽ വരുന്നത് ഏകദേശം 7.8 ലിറ്ററാണ് എൻജിൻ ഓയിൽ വരുന്നത്. സിന്തറ്റിക് ഓയിലാണ് നമ്മുടെ ക്ലബ്ബിലും നമ്മളെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യാനായിട്ട്. അഡിനോൾ അല്ലെങ്കിൽ ഷെൽ, മൊബൈൽ വൺ അങ്ങനെയുള്ള ബ്രാൻഡ്സിൻ്റെ ഓയിലാണ് നമ്മുടെ ക്ലബ്ബിലെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. അപ്പോൾ പീരിയോഡിക് സർവീസിന് ഇതാണ് റേറ്റ് വരിക. മേജർ സർവീസ് വരുന്നത് ഏകദേശം ഒരു 40,000 കിലോമീറ്റർ ആകുമ്പോഴാണ് മേജർ സർവീസ് വരിക. മേജർ സർവീസിന് ഏകദേശം ഒരു 20 to 25 അല്ലെങ്കിൽ വിത്തിൻ 30 സർവീസ് വരിക. കാരണം അതിനകത്ത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ഉണ്ടാവും. നമ്മൾ ബ്രേക്ക് ഡിസ്ക് ചിലപ്പോൾ മാറേണ്ടി വരും. അതല്ലാതെ ചിലപ്പം മറ്റ് എന്തെങ്കിലും ചില ഫ്ലൂയിഡ്സ് ചിലപ്പോൾ കുറച്ചുകൂടെ ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്സിൻ്റെ ബുഷുകളോ എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഒക്കെ വരാം. അപ്പം അത് ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ എപ്പോഴും ഒറിജിനലായിട്ടുള്ള സ്പെയർ മാത്രം വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുകൂടാതെ നമ്മുടെ ക്ലബിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ദിലീപേട്ട ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ദിസ് ഇസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക് യു.